വെൽക്കം ബാക്ക്. ഈ ചാനലിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങളുടെ റിവ്യൂസ് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. എന്നാൽ ഇട്ടതൊക്കെയും ഫിക്ഷൻ വിഭാഗത്തിൽ പെടുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള റിവ്യൂസ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളാണ്. എനിക്ക് ആ വിഭാഗത്തിലുള്ള പുസ്തകങ്ങളോടാണ് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതലുള്ളത്, താല്പര്യം കൂടുതലുള്ളത്. നോൺ ഫിക്ഷൻ വായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പല വായനകളും ഒരു പകുതി എത്തുമ്പോഴേക്കും എനിക്ക് നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഒരു 10ാമത്തെ വയസ്സിലൊക്കെ തൊട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങണത്. അപ്പോ നമ്മൾ ആ പ്രായത്തിൽ വായിക്കുന്ന പുസ്തകങ്ങള് അറിയാലോ, ഇങ്ങനത്തെ എന്താ പറയാ, പഞ്ചതന്ത്ര കഥകള്, ഇല്ലെങ്കിൽ ഈ മറ്റേ ബീർബൽ കഥകള്, HNCയുടെ ഇങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ, എന്താ പറയാ, പഞ്ചാബി കഥകള്, ഗുജറാത്തി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ നമ്മള് വായിച്ചു തുടങ്ങണത് ഫിക്ഷനുകളിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. നമ്മുടെ വായന മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ആ പുസ്തകങ്ങളിലൂടെ ആയിരിക്കും. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ എന്താ പറയാ, നോൺ ഫിക്ഷനുകളിലേക്ക് കടക്കണത്. ഞാനും അങ്ങനെ ഒരു ടൈം എത്തിയപ്പോ നോൺ ഫിക്ഷനുകളൊക്കെ വായിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടറിയില്ല, എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രല്ല, വായന എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാവാൻ തുടങ്ങി. അത് കുറച്ച് പേജ് വായിച്ചിട്ട് അവിടെ അടച്ചു വെക്കും. അങ്ങനത്തെ ഒരു സമീപനായി പിന്നെ ആ പുസ്തകങ്ങളോട്. ആ ഒരു ധാരണ വെച്ചിട്ട്, അതായത് നോൺ ഫിക്ഷൻ പുസ്തകങ്ങള് എനിക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ധാരണ, ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. പിന്നെ ആ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ടായി തുടങ്ങണം. APJ അബ്ദുൽ കലാം സാറിന്റെ അഗ്നിച്ചിറകുകൾ എന്നുള്ള പുസ്തകം വായിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ആത്മകഥ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ വീണ്ടും നമുക്ക് ഓക്കെ, ഇങ്ങനത്തെ നല്ല പുസ്തകങ്ങൾ ഇതിലുണ്ടല്ലോ, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ അപ്പൊ ഇതുപോലെ മിസ്സാക്കണുണ്ടല്ലോ എന്നൊരു തോന്നല് വരാൻ തുടങ്ങി. പിന്നെയാണ് ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളൊക്കെ കാണുമ്പോൾ എടുത്ത് വായിക്കാൻ തുടങ്ങണത്. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ചിലതൊക്കെ ഫിക്ഷൻ വായിക്കുന്ന അതേ രീതിയിൽ തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്. അതിനെ സമീപിച്ച പക്ഷെ മറ്റു ചില പുസ്തകങ്ങള്, ചില സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ പറ്റാണ്ട് നിർത്തേണ്ടി വന്നു. അപ്പോ പിന്നെയും ഓക്കെ, വേണ്ട എന്നുള്ളൊരു സമീപനായി. നോൺ ഫിക്ഷൻ വിഭാഗത്തേക്ക് തന്നെ ഞാൻ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കാണ്ടായി. പിന്നെ അങ്ങനെ കുറെ നാള് പോയി. അതിന്റെ ഇടയിലാണ് ഞാൻ ഇക്കിഗായിനെ കുറിച്ച് കേൾക്കുന്നത്. എല്ലാവരും അതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണേ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ആ പുസ്തകം എനിക്ക് വായിച്ച് ഫുള്ളാക്കാൻ പറ്റുന്നത്. കാരണം ഓൾറെഡി നോൺ ഫിക്ഷനോട് നമുക്കൊരു ചിന്ത നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം തന്നെയാണ് ആ പുസ്തകം വായിക്കാൻ എടുത്തത്. പക്ഷെ എന്താ, എനിക്കത് ഇഷ്ടപ്പെട്ടു വായിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല. വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഓക്കെ, എനിക്കപ്പോ നോൺ ഫിക്ഷൻ ഞാനിപ്പോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, വേറൊരു ബുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിക്കണത്. പക്ഷെ അത് വായിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ പിന്നെയും പെട്ടു. അതായത് എനിക്ക് ആ വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, അതായത് എന്താ ഇങ്ങനത്തെ സമീപനം എനിക്ക് നോൺ ഫിക്ഷനോട്. ചില പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ആ വിഭാഗത്തിലത്തെ, ചില പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ പറ്റണില്ല. ചിലതൊക്കെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് എനിക്ക് വായിക്കാൻ പറ്റാണ്ടാവണത്. അപ്പോഴാണ് ഞാൻ അത് കാര്യമായിട്ട് അതിനെ കുറിച്ച് ആലോചിക്കണത്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എന്ന് വെച്ചാല് ഫിക്ഷൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിൽ എന്റെ ഒരു ഇമാജിനേഷന്റെ ഒരു സ്വാതന്ത്ര്യം അതിലുണ്ട്. എനിക്ക് ഇമാജിൻ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ തരുന്നുണ്ടെന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഫസ്റ്റത്തെ കാര്യം. നോൺ ഫിക്ഷനിലേക്ക് വരുമ്പോ അത് ഫാക്റ്റും റിയാലിറ്റിയും ഇൻഫർമേഷനാണ് ക്യാരി ചെയ്യുന്നത് ആ പുസ്തകങ്ങള്. അപ്പോ നമ്മുടെ ഇമാജിനേഷന് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഭാഷയാണ്. ഒരു ഫിക്ഷൻ ബുക്കില് ഭാഷയായിരിക്കില്ല നോൺ ഫിക്ഷൻ ബുക്കിൽ ഉണ്ടാവാം. ഫിക്ഷൻ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോ ആ ഭാഷയ്ക്ക് എന്താ പറയാ, നല്ല അലങ്കാരങ്ങളോട് കൂടിയ ഭാഷയൊക്കെ ആയിരിക്കും. പക്ഷെ ആ ഭാഷയിൽ ആയിരിക്കില്ല നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോവൽ എഴുതുന്ന ഭാഷയിൽ ഒരു ശാസ്ത്രസംബന്ധിയായ പുസ്തകമോ ഇല്ലെങ്കിൽ വല്ല സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ വല്ല അവയർനെസിന്റെ പുസ്തകങ്ങളോ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. മൂന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നിയത്, അതായത് പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു തരം രക്ഷപ്പെടൽ ഫിക്ഷനുകൾ വായിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ജീവിക്കുന്ന ഈ റിയാലിറ്റി, ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങള്, എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങള് എന്നിവയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ ഫിക്ഷൻ തരുന്നുണ്ട്. ഫിക്ഷൻ വായനയിലൂടെ എനിക്കത് സാധ്യമാവുന്നുണ്ട്. നോൺ ഫിക്ഷൻ വായനയിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുന്നില്ല അധികം. നമുക്ക് ഫിക്ഷൻ വായിക്കുമ്പോൾ ഒരു സിമ്പതി ഒക്കെ നമുക്ക് അതിലെ കഥാപാത്രങ്ങളോട്,
അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്ന ഓരോന്നിനോടും അതിലുള്ള ഓരോന്നിനോടും നമുക്കൊരു കണക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഒരു നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ലാക്ക് ചെയ്യണമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ അതും ഒരു മെയിൻ റീസൺ ആയിരിക്കും എനിക്ക് ഒരു വിഭാഗത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നാത്തതിന്റെ ഒരു റീസൺ അതും ആയിരിക്കാം. ഇനി ചില പുസ്തകങ്ങൾ നോൺ ഫിക്ഷനിൽ വരുന്ന ചില പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് അതൊരു ഫിക്ഷൻ വായിക്കുന്നതായിട്ട് തന്നെ തോന്നാം. ഇമോഷണൽ ആയിട്ട് എനിക്ക് ആ ബുക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അത്രയും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മിക്കതും എനിക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, നോൺ ഫിക്ഷനിൽ എനിക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഓർമ്മക്കുറിപ്പുകള്, ആത്മകഥകളൊക്കെയാണ്. എന്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നോൺ ഫിക്ഷനിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുക്കാണ്ടാവുമ്പോ മിസ് ചെയ്യുന്ന ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. മനോജ് പിള്ളേരുടെ പുസ്തകങ്ങളൊക്കെ ഒരു ഫിക്ഷൻ വായിക്കാൻ അത്ര ആസ്വദിച്ച് തന്നെ വായിക്കാൻ പറ്റുന്ന ഒരുപാട് റിവ്യൂസ് കണ്ടു. മാത്രല്ല വേറെ നല്ല ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അങ്ങനെ കുറെ പുസ്തകങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് വീണ്ടും ഒരു വായനയ്ക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അതിന്റെ വായന മുന്നോട്ട് പോകുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോ ഒരു പേജ് 2 പേജൊക്കെ ആയിരിക്കും ഞാൻ വായിക്കുക ഒരു ദിവസം. പക്ഷെ ഓക്കെ, നമ്മൾക്കൊരു ബോധപൂർവമായ ശ്രമം ഇട്ടിട്ട് നമുക്ക് വായിച്ച് അത് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് വായിക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നോൺ ഫിക്ഷൻ ആണോ ഫിക്ഷൻ ആണോ? ഏതാണ് കൂടുതൽ ഇഷ്ടം? പിന്നെ നോൺ ഫിക്ഷനിലെ നല്ല പുസ്തകങ്ങൾ ഏതൊക്കെയാ? കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.